യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എം. ചിണ്ടു ആണ് കൂടെയുള്ളത്. ആക്ച്വലി ഇന്നലെ നമ്മള് ഒരു വീടും ഫ്ളാറ്റും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 BHK എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഒരു 2006 മുതൽ ഒരു വീട് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുടെ സിനിമയാണ്. സോ അത് ഫൈനലി 2026 3 BHK എടുക്കുകയാണ്. അപ്പോൾ അതിനുണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിളും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എനിക്ക് കൊച്ചിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒന്നും വീട് ഇവിടെ ആയിരിക്കില്ല, എന്താ പറയുക, ഇപ്പൊ തൽക്കാലം റെന്റിനൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അല്ലെ, ഈ ഞാനടക്കം കേട്ടോ. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹം വരും, ഫ്ളാറ്റ് വാങ്ങണമെന്ന് ആഗ്രഹം വരും. എനിക്ക് തോന്നുന്നു 8 മാസം കൊണ്ട് 2 വട്ടമായിട്ട് 2 എക്സ്പോ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്, ആക്ച്വലി ബിൽഡിങ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത്രയും ആൾക്കാർ വീട് വാങ്ങാനും ഫ്ളാറ്റ് വാങ്ങാനും ഒക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആക്ച്വലി എന്നെ സംബന്ധിച്ച് പറയണേ, ഞങ്ങൾക്കൊരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് വാങ്ങണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും. നമ്മൾ വീട് വാങ്ങണോ അത് ഫ്ളാറ്റ് വാങ്ങണോ, ഏതാണ് നല്ലത്? പല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏതായിരിക്കും നമുക്ക് നന്നാവുക? ഇനി വലിയൊരു വ്യത്യാസം എന്ന് പറയുന്ന എമൗണ്ടിന്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഇപ്പോഴെങ്കിലും ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇരട്ടി വിലയായിരിക്കും. അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ നമുക്കറിയാം ഭയങ്കര റേറ്റ് ആയിരുന്നിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. സോ അത് മാത്രമല്ല, നമ്മളൊരു എനിക്കൊന്നൊരു 80% ആൾക്കാരുടെ അടുത്തും ഒരു വീട് വെക്കാനാണെങ്കിലും ഒരു ഫ്ളാറ്റ് വാങ്ങാനാണെങ്കിലും അവർ ചെയ്യുന്നത് ലോൺ എടുക്കാന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവരും ലോണൊക്കെ എടുത്തിട്ടാണ് ഈ പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യാറ്. പക്ഷെ നമ്മൾ ഈ ലോണൊക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് എന്റെ കൂടെയുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA ബിജോയ് സാറാണ്. താങ്ക് യു. ഒത്തിരി പേരിങ്ങനെ വീട് ലോൺ എടുത്ത്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഫ്ളാറ്റും വീടും ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്, സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കണക്കൊക്കെ പറയുന്നത് 70% അല്ലെങ്കിൽ 79% ആൾക്കാർ ഈ പറഞ്ഞ ലോൺ ഒക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഈ ലോൺ എടുക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആസ് എ പ്രൊഫഷണൽ ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി കൃത്യമായിട്ട് നോക്കുക, നമ്മളുടെ ഇപ്പോഴത്തെ ഇൻകം നമുക്ക് തുടർന്നും ഉണ്ടാവും എന്നുള്ളൊരു ഷുവറിറ്റി, അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ ലോണിന് വേണ്ടിയിട്ട് അതിന്റെ EMI അടയ്ക്കാൻ വേണ്ടി വരുന്ന ആ ഒരു എമൗണ്ട് നമ്മളുടെ മറ്റ് നിത്യജീവിത ചെലവുകളും എന്തെങ്കിലും കണ്ടിൻജൻസീസ്, അതായത് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കണ്ടിൻജൻസി വന്നാൽ അത് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് EMI അടയ്ക്കാനുള്ള ഫണ്ടും കൂടി നമുക്ക്, കാരണം ഇതൊരു ലോങ് ടേം ആണല്ലോ. അപ്പോ ഇടയ്ക്ക് ഒരു സമയത്ത് പോലും ഇത് നിന്നു പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ലോണിന്റെ ഓപ്ഷൻ ആലോചിക്കാൻ പാടുള്ളൂ. ഒരു ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് കുറച്ചും കൂടി കുറഞ്ഞ വാടകയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ പറ്റും. അതേസമയം നമ്മൾ വീടൊരു സ്വപ്നമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ഈ സ്വപ്നത്തിനനുസരിച്ചിട്ട് വീട് പണിതിട്ട് പെട്ടെന്ന് നമുക്ക് അത് തിരിച്ചടക്കാനുള്ള നമ്മുടെ ഒരു കപ്പാസിറ്റി ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തരത്തിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ലോൺ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ EMI റോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ലോണിലേക്ക് കാല് വെക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ആസ് എ പ്രൊഫഷണൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ലോൺ എടുത്ത് കഴിയുമ്പോൾ ഇപ്പൊ ഒരു 30 ലക്ഷം രൂപയാണ് ലോൺ എടുത്ത്, ഈ പറഞ്ഞ സമയം കൊണ്ട് അതിന്റെ ഇരട്ടി അടയ്ക്കേണ്ടി വരുന്നുണ്ട്, ഇൻട്രസ്റ്റും എമൗണ്ട് ഒക്കെ ആയിട്ട്. ഇരട്ടി അടയ്ക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അതിന്റെ ടേമും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ എലിജിബിലിറ്റി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു സാമ്പത്തിക അച്ചടക്കം എന്ന് പറയും. നമ്മൾ ഒരു ലോണിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൊളാട്രൽ സെക്യൂരിറ്റി. സാധാരണ ഹൗസിംഗ് ലോണുകളുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോപ്പർട്ടി തന്നെയായിരിക്കും കൊളാട്രൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ആ കൊളാട്രലിൽ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചിട്ട് നമ്മൾ ആ ലോണിന്റെ ടേംസ് ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുക അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻകം എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യേണ്ടെന്നുള്ള ഒരു കാര്യം. ഇൻകം ടാക്സ് റിട്ടേൺ ഒരു സ്ഥിര ജോലിയൊക്കെ ഉള്ള ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു ജോലിയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒബിയസ്ലി അവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടാവും. ഇനി ഇൻകം എങ്കിൽ പോലും അതിന്റെ ബേസിൽ ലോൺ കിട്ടും. അതേസമയം അങ്ങനത്തെ ഒരു ഫിക്സഡ് ഇൻകം ഇല്ല, നമുക്ക് ഇൻകത്തിന് പ്രൂഫ് കൊടുക്കാനില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു രേഖ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. പിന്നെ രണ്ടാമത്തെ, നമ്മളൊരു ചെറിയ ലോൺ എടുത്താൽ പോലും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പോലും നമ്മൾ അതിന്റെ തിരിച്ചടവുകളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. കാരണം
ചെറിയ തോതിലുള്ള ഡിഫോൾട്ടുകൾ പോലും നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ലോൺ കിട്ടാതെ വരും. ഇനി ഒരു മോഡറേറ്റ് ലെവലിൽ സിബിൽ സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ടൈംസ് ഇതിന്റെ അകത്ത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ കറക്റ്റ് എല്ലാ മന്തും കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ലോണൊക്കെ എടുക്കുമ്പോൾ അടയ്ക്കുക. അപ്പൊ അതിനോടനുസരിച്ചുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണി കിട്ടിയ 8ന്റെ പണിയായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. സോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിജോയ് സാറിന്റെ വോയിസ് ആണ്. സാർ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഫമിൽ ചിന്റുവിന്റെ വോയിസ് ആണ്. ഇനി വരുന്ന ഒരു ട്രാക്ക് എന്ന് പറയുന്നത്